പൂച്ചകൾക്ക് വീട്ടിലേക്കുള്ള വഴി ഒരിക്കലും തെറ്റില്ല. എത്ര ദൂരെ പോയാലും പോയ വഴി കാണാതെയും അറിയാതെയും കുടുങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ മറ്റെവിടെയെങ്കിലും എത്തപ്പെട്ടാൽ പോലും പൂച്ച സാർ കൃത്യമായി വീട്ടിൽ തിരിച്ചെത്തുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. അല്പം അതിശയോക്തി കലർത്തി പറയുന്ന കാര്യമാണെങ്കിലും ശാസ്ത്രീയമായ പല പഠനങ്ങളും പൂച്ചകൾക്ക് തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള കഴിവ് ശരിവെച്ചിട്ടുണ്ട്. ഹോമിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് ക്യാറ്റ് എന്ന പൂച്ചകളുടെ ഈ പ്രത്യേകതയെക്കുറിച്ച് ഒന്ന് നോക്കാം. വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. ആയിരത്തി 1950-കളിൽ കാലിഫോർണിയയിൽ ഒരു കുടുംബത്തിന്റെ അരുമയായിരുന്നു ഷുഗർ എന്നു പേരുള്ള ഒരു സയാമീസ് ഇനത്തിൽപ്പെട്ട പൂച്ച. ഹിപ്പിന് ചെറിയൊരു പ്രശ്നമുള്ളതിനാൽ ഈ പൂച്ചയുടെ നടപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്നാൽ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഈ ഫാമിലിക്ക് ഓക്ലഹോമയിലേക്ക് താമസം മാറേണ്ടതായി വന്നു. പക്ഷേ ഷുഗറിനെ ഇവർക്ക് കൂടെ കൊണ്ടുപോകാനാവുമായിരുന്നില്ല. കാരണം കാറിലെ യാത്രയുമായി ഷുഗർ ഒട്ടും പൊരുത്തപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷുഗറിനെ കാലിഫോർണിയയിൽ വിട്ടിട്ട് പോകാൻ ആ കുടുംബം തീരുമാനിച്ചു. എന്നാൽ ഇവർ താമസം മാറി 14 മാസങ്ങൾ കഴിഞ്ഞ് ഓക്ലഹോമയിൽ ഈ കുടുംബത്തിലേക്ക് ഒരു പൂച്ച മുടന്തി എത്തി. അതൊരു സയാമീസ് പൂച്ച തന്നെയായിരുന്നു. ഹിപ്പിലെ അപൂർവമായി കാണുന്ന പ്രശ്നം ഈ പൂച്ചയ്ക്കുമുണ്ടായിരുന്നു. ആ പ്രദേശങ്ങളിലാണെങ്കിൽ ഈ ഇനത്തിൽപ്പെട്ട പൂച്ചകൾ ഇല്ലെന്ന് തന്നെ പറയാം. മാത്രമല്ല കുടുംബത്തോട് ആ പൂച്ച കാണിച്ച അടുപ്പവും കൂടിയായപ്പോൾ അവർ അത് തങ്ങളുടെ ഷുഗർ തന്നെയെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഇതിൽ അവിശ്വസനീയമായ കാര്യം ഈ പൂച്ച സഞ്ചരിച്ച ദൂരമാണ്. ഏകദേശം 2400 കിലോമീറ്റർ. 1996-ൽ നിഞ്ച എന്നൊരു പൂച്ചയും ഇതിനു സമാനമായി 1300 കിലോമീറ്ററോളം സഞ്ചരിച്ചതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് സംഭവങ്ങളും ലോക്കലി ആളുകൾ പറയുന്നതിലൂടെ പ്രചാരം നേടിയതാണ്. ഇതിന് കൃത്യമായ തെളിവുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സംഭവം 2013-ൽ പല ശാസ്ത്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹോളി എന്നു പേരായ ഒരു 4 വയസ്സുള്ള പൂച്ചയുടെ കഥയാണിത്. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലുള്ള ജേക്കബ് റിച്റ്റർ, ബോണി റിച്റ്റർ കുടുംബത്തിന്റെ അരുമയായിരുന്നു ഈ പൂച്ച. 2012 നവംബറിൽ 306 കിലോമീറ്റർ അകലെയുള്ള ഡേറ്റോണ ബീച്ചിൽ നടക്കുന്ന ആനുവൽ മോട്ടോർ ഹോം റാലിയിൽ പങ്കെടുക്കാൻ ഈ കുടുംബം യാത്രയായി. ഹോളി പൂച്ചയെയും അവർ കൂടെ കൂട്ടി. എന്നാൽ റാലിയിലെ ബഹളവും ഫയർ വർക്സും എല്ലാം കൂടി ഹോളി ശരിക്കും പേടിച്ചു. നവംബർ 4-ന് ഹോളി വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതിനെ തുടർന്ന് കുടുംബം കാര്യമായ രീതിയിൽ തന്നെ പോസ്റ്റേഴ്സും ഫ്ലെയേഴ്സും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഹോളിയെ കണ്ടെത്താനായില്ല. ഒടുവിൽ അതീവ ദുഃഖത്തോടെ കുടുംബം തിരികെ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ 62 ദിവസങ്ങൾക്ക് ശേഷം അത്ഭുതകരമായി പൂച്ച വീട്ടിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി. 306 കിലോമീറ്ററോളം 62 ദിവസം കൊണ്ട്. അതായത് ഏകദേശം ഒരു ദിവസം 5 കിലോമീറ്റർ വെച്ച്. തിരികെ എത്തിയ പൂച്ച ക്ഷീണിച്ച് വളരെയധികം ഭാരം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. കാലിലെ പോപ്പാഡിൽ കാര്യമായ മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ദൂരയാത്രയുടെ തെളിവുകളാണ്. ഈ വാർത്ത ശാസ്ത്ര സമൂഹത്തിൽ കാര്യമായ ചർച്ചകൾ ഉണ്ടാക്കി. കാരണം എങ്ങനെ ഇത്തരത്തിൽ ഒരു നാവിഗേഷൻ വളരെ കൃത്യമായി സാധ്യമാക്കി എന്നത് തികച്ചും അവിശ്വസനീയവും കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്തതുമായ ഒന്നാണ്. വർഷങ്ങൾക്ക് മുൻപേ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആനിമൽ ബിഹേവിയർ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടത്തിയിരുന്നു. പല പൂച്ചകളെ വിവിധയിടങ്ങളിലാക്കി നടത്തിയ പരീക്ഷണങ്ങളിൽ കിലോമീറ്ററോളം പൂച്ചകൾക്ക് തിരിച്ചെത്താനാകുമെന്ന് നിരീക്ഷിക്കുകയുണ്ടായി. പൂച്ചകളുടെ ഓൾഫാക്ടറി ക്യൂസ് അസാധാരണമാണ്. വളരെയധികം ഡെവലപ്ഡ് ആണ് അവരുടെ സ്മെൽ സെൻസ്. ഇത് മനുഷ്യരിലുള്ളതിന്റെ 14 മടങ്ങ് വരെ വരും. പക്ഷേ ഇതിനും ഒരു ദൂരപരിധിയുണ്ട്. 1954-ൽ നടന്ന സൈറ്റ് ട്രെയിലിംഗ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായി പൂച്ചകളെ അവർക്ക് പരിചിതമായ ചുറ്റുപാടിൽ നിന്നും മാറ്റി നിർത്തി നിരീക്ഷിക്കുകയുണ്ടായി. ഇതിൽ അവയ്ക്ക് പരിചിതമായ ഗന്ധങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും അവ കൃത്യമായ സ്ഥലത്ത് തന്നെ വന്നെത്തി. അതായത് പൂച്ചകൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റെന്തോ കഴിവുണ്ടെന്ന നിഗമനത്തിലേക്ക് എത്തി. എന്നാൽ ശാസ്ത്ര സമൂഹം പൂർണ്ണമായും ഈ പരീക്ഷണത്തെയും നിഗമനങ്ങളെയും അംഗീകരിച്ചിട്ടില്ല. 1977-ൽ പുറത്തു വന്ന റിസർച്ച് പ്രകാരവും നമുക്ക് പരിചിതമല്ലാത്ത എന്തോ ഒരു സെൻസറി എബിലിറ്റി പൂച്ചകൾക്കുള്ളതായി പറയപ്പെടുന്നു. പൂച്ചകളെ വെച്ച് ഇത്തരത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളോടുള്ള ധാർമ്മികത കൂടുതലായുള്ള ഇത്തരം പരീക്ഷണങ്ങൾക്ക് തടസ്സമാകുന്നു. അതുപോലെ എല്ലാ പൂച്ചകളും ഒരേ രീതിയിലല്ല പല സവിശേഷതകളും പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല ഇത്തരം പരീക്ഷണങ്ങളോട് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ പൂച്ചകൾ ശരിയായ രീതിയിൽ പ്രതികരിക്കണമെന്നുമില്ല.
വീട്ടിൽ നിന്ന് അകന്നതും നഷ്ടപ്പെടുന്നതുമായ പൂച്ചകൾ എങ്ങനെ തിരികെ എത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട് 2016 ലോസ്റ്റ് പെറ്റ് റിസർച്ച് എന്ന സർവേ നടത്തുകയുണ്ടായി. മിക്കവാറും 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ പൂച്ചകൾ തിരികെ എത്തുന്നതായി കണ്ടു. 6 മുതൽ 7 കിലോമീറ്ററിനുള്ളിലാണ് ശരാശരി ഇവ സഞ്ചരിക്കാറ്. ഇതിൽ പ്രധാനമായും കണ്ട കാര്യം പൂച്ചകൾ മറ്റു ജീവികളെ അപേക്ഷിച്ച് അലഞ്ഞു തിരിയുന്നതിന് പകരം ഭയപ്പെടുമ്പോൾ ഒളിച്ചിരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നതാണ്. ഇത് ഇവയെ കൂടുതൽ അകലുന്നതിൽ നിന്ന് തടയുന്നു. ഗന്ധത്തിന് പുറമെ ശക്തമായ സ്പേഷ്യൽ മെമ്മറിയും പൂച്ചയ്ക്കുണ്ട്. ഇത് ചുറ്റുപാടുകളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഇവയെ സഹായിക്കുന്നു. മുൻപ് കടന്നുപോയ സാഹചര്യങ്ങളെയും മറ്റും ഇവ കൃത്യമായി ഓർത്തിരിക്കുന്നു. കെട്ടിടങ്ങൾ, മരങ്ങൾ പോലുള്ള ലാൻഡ്മാർക്കുകൾ ഓർത്ത് സഞ്ചരിക്കുന്നതായി മനസ്സിലാക്കാനായിട്ടുണ്ട്. മാത്രമല്ല ഇവയുടെ നൈറ്റ് വിഷനും വളരെ മികച്ചതാണ്. പക്ഷേ ഇതിനെല്ലാം ഉപരിയായി ഇവയുടെ ആ അൺനോൺ സെൻസറി എബിലിറ്റി ഒരുപക്ഷെ മാഗ്നറ്റോ റിസപ്റ്റർ ആയിരിക്കാമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൂച്ചകളിൽ നേരിട്ട് പഠനങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും മറ്റു ചില സസ്തനികളിലും പക്ഷികളിലും നടന്ന ചില പരീക്ഷണങ്ങൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഇവ നാവിഗേഷൻ സുഗമമാക്കുന്നു എന്നാണ് കരുതുന്നത്. ഇതെങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലാക്കാനായിട്ടില്ല. ഒരു ടെറിട്ടോറിയൽ അനിമലായ പൂച്ചകളിൽ ഇത്തരം അസാധാരണമായ കഴിവ് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. തൻ്റെ ടെറിട്ടറി കൃത്യമായി മാർക്ക് ചെയ്ത് അതിലെ പ്രദേശങ്ങളോട് സുപരിചിതമായി ജീവിക്കുന്ന ഒരു ജീവിയെ സംബന്ധിച്ച് അതിന് പുറത്തേക്കുള്ള പ്രദേശങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടതാണ്. ഒരുപക്ഷെ തങ്ങളുടെ പരിണാമ ചരിത്രത്തിൽ മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് വിരയിച്ച ഒരു സോളിറ്ററി അനിമൽ ആയതിൽ നിന്നാകാം ഇവയ്ക്ക് ഈ കഴിവ് ലഭിച്ചതെന്ന് കരുതേണ്ടതുണ്ട്. പല സാഹചര്യങ്ങളോടും സ്വന്തം ഇൻസ്റ്റിങ്ക്റ്റിനെയും സെൻസിനെയും മാത്രം ആശ്രയിച്ച് പൊരുത്തപ്പെട്ടതിൽ നിന്നും ആർജിച്ചെടുത്ത കഴിവ് അതെന്താണ് എന്നുള്ളത് ഇന്നും കൃത്യമായി മനസ്സിലാക്കാനായിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും ഇവയ്ക്ക് അനുകൂലമല്ല. ശബ്ദമലിനീകരണവും വാഹന തിരക്കുമെല്ലാം ഇവയുടെ പൊരുത്തപ്പെടലിനെതിരായി വന്നേക്കാം. മാത്രമല്ല പൂർണ്ണമായി മനുഷ്യരെ ആശ്രയിച്ച് വളരുന്ന പൂച്ചകൾക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ അപരിചിതമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളർത്തുന്ന ജീവികളോട് നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ കൗതുകമുണർത്തുന്ന കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.